പാകിസ്ഥാനെതിരെ നടപടി ഘടിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ. പാകിസ്ഥാൻ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും കരസേനാ മേധാവിയും നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് നിർണായക തീരുമാനം. അതിനിടെ പാക് സൈന്യത്തിന്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനലും പാക് നടന്മാരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും ഇന്ത്യ നിരോധിച്ചു എന്നുള്ള വിവരവും ഇപ്പോൾ വരുന്നുണ്ട്. വിനിത വിജിയും ബൽറാം നെടുങ്ങാടിയുമാണ് ചേരുന്നത്. ആദ്യം നമുക്ക് വിനിത വിജിയിലേക്ക് പോകാം. വിനിത, ഗുഡ് മോർണിംഗ്. വിനിത, ഇന്നലെ തന്നെ ചില ഉന്നതതല യോഗങ്ങൾ നടക്കുന്നു, വളരെ നിർണായകമായ ചില തീരുമാനങ്ങൾ എടുക്കും എന്ന് നമ്മൾ അറിഞ്ഞിരുന്നു. അപ്പോൾ ആ തീരുമാനങ്ങൾ എന്തെല്ലാമെന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ്? ഏതെല്ലാം രീതിയിലാണ് ഈ സൈനിക നീക്കമോ അല്ലെങ്കിൽ അതിർത്തിയിലെ മറ്റ് നീക്കങ്ങളോ ഉണ്ടാവുക? വെരി ഗുഡ് മോർണിംഗ് സ്മിത ആൻഡ് ക്രിസ്റ്റീന. സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാജ്യതലസ്ഥാനം നിർണായകമായിട്ടുള്ള യോഗങ്ങൾക്കും കൂടിക്കാഴ്ചകൾക്കും ഒക്കെ ഇങ്ങനെ സാക്ഷ്യം വഹിക്കുകയാണ്. പല യോഗങ്ങളും കൂടിക്കാഴ്ചകളും ഒക്കെ മണിക്കൂറുകളോളം നീളുന്നുമുണ്ട്. ഇന്നലെയും സമാനമായ ദിവസം തന്നെയായിരുന്നു. ഇന്നലെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ അദ്ദേഹത്തിന്റെ വസതിയിൽ രാവിലെ 11 മണിയോടുകൂടിയാണ് ഈ നിർണായക യോഗങ്ങൾക്കൊക്കെ തന്നെ തുടക്കം കുറിച്ചത്. പ്രധാനപ്പെട്ട 4 യോഗങ്ങൾ അദ്ദേഹത്തിന്റെ വസതിയിൽ ചേർന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഈ സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്തുന്നതിനുള്ള മന്ത്രിസഭാ സമിതിയുടെ പ്രത്യേക യോഗമായിരുന്നു. ഇതിനുശേഷം ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു യോഗം കൂടി പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്നത്. അത് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ കരസേനാ മേധാവി ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഒപ്പം സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ആ യോഗത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഈ വ്യോമ മേഖലയിൽ പാകിസ്ഥാൻ നിന്നുള്ള വിമാനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. നേരത്തെ തന്നെ സമാനമായിട്ടുള്ള ഒരു നിരോധനവും നിയന്ത്രണവും ഒക്കെ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ പാക് അതിർത്തിയിൽ ഇന്ത്യൻ വിമാനങ്ങൾ കടക്കരുതെന്നൊരു നിർദ്ദേശം അവർ നൽകിയിട്ടുണ്ടായിരുന്നു. അവിടെ നിരോധനവും നിയന്ത്രണവും ഒക്കെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഈ ഭീകരാക്രമണം ഉണ്ടായ പശ്ചാത്തലത്തിൽ സൗദിയിൽ നിന്ന് പ്രധാനമന്ത്രി അടക്കം ഇന്ത്യയിലേക്ക് എത്തുന്നത് ഈ പാകിസ്ഥാൻ വ്യോമാതിർത്തി കടക്കാതെ ആ വ്യോമമേഖല പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നാലെ ഈ നയതന്ത്ര മേഖലകളിലേക്ക് അടക്കം കടുത്ത നിയന്ത്രണങ്ങൾ ഇന്ത്യ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കടുത്ത നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുന്നത്. അതിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ ഇപ്പോൾ ഈ വ്യോമ മേഖലയിൽ പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയൊരു പക്ഷേ കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് കൂടി കടക്കാനുള്ളൊരു സാധ്യത തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യൻ തുറമുഖങ്ങളിൽ നിന്ന് പാക് കപ്പലുകൾക്ക് കൂടി ഒരു പൂർണ്ണ നിരോധനം ഏർപ്പെടുത്താനുള്ളൊരു സാധ്യത കൂടി നിലവിൽ നമ്മൾ കാണുന്നുണ്ട്. ഇന്നും സമാനമായിട്ടുള്ള യോഗങ്ങൾ ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഒരു പക്ഷേ ഇന്ന് ഒരു സാധ്യത കാണുന്നത് ഈ പ്രതിരോധ മന്ത്രിയുടെ നേതൃത്വത്തിൽ, രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ പ്രത്യേക ഒരു യോഗത്തിനുള്ളൊരു സാധ്യത ഇന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ രാജ്യതലസ്ഥാനം നിർണായകമായിട്ടുള്ള യോഗങ്ങളൊക്കെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലേക്കൊക്കെ തന്നെ സാക്ഷ്യം വഹിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം ഈ പെഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടൊരു ഹർജി കൂടി എത്തുന്നുണ്ട്. ഈ ഭീകരാക്രമണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെയോടുകൂടി ജസ്റ്റിസുമാരായ സൂര്യകാന്ത് ഒപ്പം തന്നെ കോടീശ്വർ എന്നിവർ അടങ്ങുന്ന ബെഞ്ച് ഇത് രാവിലെയോടുകൂടി ഈ ഹർജി പരിഗണിക്കുമെന്നുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്.